Hi friends, Assalamu alaikum. Welcome back our channel My Tricks and Tips. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെള്ളക്കടല വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു മസാല കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. നമ്മൾ ഇന്നലെ പനീർ കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടും 2 റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അതായത് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് സവാള വേണം, ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം, 7 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്. പിന്നെ നമുക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി. വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഞാൻ ചിക്കൻ കറി മസാല മദേഴ്സ് റെസിപ്പിയുടെ ഇതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി സ്റ്റൗവിൽ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്ത് കൊടുക്കാം. പക്ഷേ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ചെയ്യുമ്പോൾ ഓയിലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണെങ്കിൽ കുറച്ചധികം ചേർത്തോളൂ കേട്ടോ. അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്നിച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്ലെയിം ഹൈയിലാണുള്ളത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാൻ പാടില്ല, കാരണം നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് കടലയിൽ. അതുകൊണ്ട് ഈ ഒരു ഉള്ളിക്കും തക്കാളിക്കൊക്കെ ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള തക്കാളിയും പിന്നെ 2 പച്ചമുളകും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ തക്കാളി വട്ടത്തിൽ അരിയുന്നത് എന്തിനാണെന്നറിയോ? ഇതിൻ്റെ തൊലി പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കറികളിൽ നിന്ന്. കാരണം തക്കാളിയുടെ തൊലി നമ്മൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ടാണ് വട്ടത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് തൊലി പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. അപ്പോൾ ഈ മസാല ഇതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല. ഇനി ഡയറക്റ്റ് നമ്മളിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്കിടെ മസാല അതിൽ നിന്ന് നല്ലപോലെ ഒന്ന് വേവുകയും ചെയ്യും. പിന്നെ നമ്മൾ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതാ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് പേസ്റ്റ് രൂപത്തിലോട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് റിമൂവായി അതിലേക്ക് വീഴും. അപ്പോൾ നമ്മൾ കറികൾ എടുക്കുന്ന സമയത്ത് തൊലി കളയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പം നമ്മുടെ മസാലയും തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വേവിച്ച് വെച്ച കടലയുണ്ടല്ലോ, അതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ കാണുന്ന ഈ വെള്ളം നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. എന്നിട്ട് ആ വെള്ളം മാത്രം നമ്മൾ ആദ്യം ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം മസാലയിൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്ക് ചെയ്ത് ഒന്ന് വറ്റി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ നല്ലപോലെ തള വന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു ലൂസിലാണ് കുറുക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ കടലയും കൂടെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം.
അപ്പോഴേക്കും ഈ മസാലകളൊക്കെ നമ്മുടെ കടലയിലൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇത് മൂടി വെച്ച് പിന്നെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. പക്ഷെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയല്ല. അതിന് പകരം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ നമ്മൾ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. നമ്മൾ വെള്ളക്കടലേൻ്റെ ഒരു റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഐക്കാർഡിലും കൊടുത്തിടാം. അപ്പോൾ നിങ്ങളൊന്ന് അതും കൂടെ കണ്ട് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കറിയുടെ കൂടെ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പൂരിയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫ്ലഫി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയുടെ റെസിപ്പിയും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബായ്, അസ്സലാമു അലൈക്കും.